ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇൻ്റർനാഷണൽ ബെസ്റ്റ് സെല്ലർ ബുക്കായ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകമാണ് ഞാൻ വായിക്കുന്നത്. ദിവസവും 1% മെച്ചപ്പെടാനുള്ള വിപ്ലവകരമായ സംവിധാനം. നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ വലുതായി ചിന്തിക്കണമെന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്. ലോകപ്രശസ്ത ശീലവിദഗ്ധനായ ജെയിംസ് ക്ലിയർ നിങ്ങളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ലളിതമായ ഒരു സംവിധാനം കണ്ടെത്തി. നൂറുകണക്കിന് ചെറിയ തീരുമാനങ്ങളുടെ സംയുക്ത പ്രഭാവത്തിൽ നിന്നാണ് നിലനിൽക്കുന്ന മാറ്റം വരുന്നതെന്ന് അദ്ദേഹത്തിനറിയാം. ഒരു ദിവസം 2 പുഷപ്പുകൾ ചെയ്യുക, 5 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കുക, അല്ലെങ്കിൽ ഒരു ഹ്രസ്വ ഫോൺ കോൾ ചെയ്യുക. അദ്ദേഹം അവയെ അറ്റോമിക് ശീലങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ പുസ്തകത്തിൽ ഈ ചെറിയ മാറ്റങ്ങൾ ഓരോ ദിവസവും 1% മെച്ചപ്പെടാൻ നിങ്ങളെ എങ്ങനെ സഹായിക്കുമെന്ന് ജെയിംസ് ക്ലിയർ വെളിപ്പെടുത്തുന്നു. ഈ പുസ്തകത്തിലെ 16-ാം അധ്യായമാണ് ഞാൻ വായിച്ച് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിന് മുന്നേയുള്ള 15 അധ്യായങ്ങളും എൻ്റെ ഈ സിനീസ് ബുക്കിഷ് തോട്ട്സ് എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വായിക്കാൻ സമയമില്ലാത്തവർക്ക് കേട്ടിരിക്കാം. വളരെ ഉപകാരപ്രദമായ ഒരു പുസ്തകമാണിത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. അധ്യായം 16. എല്ലാ ദിവസവും നല്ല ശീലങ്ങൾ എങ്ങനെ നിലനിർത്താം. 1993 ആബോർഡ്സ്ഫോർഡ് കാനഡയിലെ ഒരു ബാങ്ക് ട്രെൻറ്റ് ഡിർമിസ്റ്റ് എന്ന 23 വയസ്സുകാരനെ ജോലിക്കെടുത്തു. വാൻകൂവറിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ സ്ഥലമാണ് ആബോർഡ്സ്ഫോർഡ്. പല പ്രധാന കച്ചവട ഇടപാടുകളും നടന്നിരുന്നത് വാൻകൂവറിലാണ്. ഈ സ്ഥലവും ഡിർമിസ്റ്റ് പുതിയ ആളായതുകൊണ്ട് ആരും അയാളിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ചെറിയ ഒരു ദൈനംദിന ശീലം കൊണ്ട് അയാൾ അതിവേഗം പുരോഗമിച്ചു. ഡിർമിസ്റ്റ് തൻ്റെ ദിവസം തുടങ്ങുന്നത് മേശയിൽ 2 ജാറുകൾ വെച്ചുകൊണ്ടാണ്. ഒന്നിൽ 120 പേപ്പർ ക്ലിപ്പുകൾ ഉണ്ടായിരുന്നു, മറ്റൊന്ന് ശൂന്യവും. ഓരോ ദിവസവും വന്നാലുടൻ അയാൾ ഒരു സെയിൽസ് കോൾ നടത്തും. പെട്ടെന്ന് തന്നെ ഒരു ക്ലിപ്പ് നിറഞ്ഞ ജാറിൽ നിന്ന് ശൂന്യമായതിലേക്ക് മാറ്റും. ഓരോ ദിവസവും 120 ക്ലിപ്പുകളുമായി തുടങ്ങുന്ന ഞാൻ ആ ക്ലിപ്പുകൾ തീരും വരെ ഡയൽ ചെയ്യും, അയാൾ എന്നോട് പറഞ്ഞു. 18 മാസം കൊണ്ട് ഡിർമിസ്റ്റ് അവരുടെ ബാങ്കിലേക്ക് $5 ദശലക്ഷം കൊണ്ടുവന്നത്. 24 വയസ്സ് ആയപ്പോഴേക്കും അയാളുടെ വരുമാനം പ്രതിവർഷം $75,000 ആയിരുന്നു. ഇന്നത്തെ 1.25 കോടി വരും. അധികം വൈകാതെ മറ്റൊരു കമ്പനിയിൽ മികച്ചൊരു ജോലി അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഈ ശൈലിയെ ഞാൻ പേപ്പർ ക്ലിപ്പ് സ്ട്രാറ്റജി എന്നാണ് വിളിക്കുന്നത്. വർഷങ്ങൾ കൊണ്ട് ഇതേ രീതിയുടെ പല രൂപങ്ങൾ അവലംബിച്ച ആളുകളെ ഞാൻ കണ്ടു. ഒരു സ്ത്രീ അവരുടെ ഹെയർ പിൻ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീക്കിയത് തൻ്റെ പുസ്തകത്തിൻ്റെ ഓരോ പേജ് എഴുതുമ്പോഴാണ്. മറ്റൊരാൾ ഓരോ സെറ്റ് പുഷപ്പ് എടുക്കുമ്പോഴും ഓരോ മാർബിൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റും. പുരോഗതി എപ്പോഴും സംതൃപ്തി നൽകുന്നതാണ്. അതിനുവേണ്ടി നാം ഉപയോഗിക്കുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മുടെ പുരോഗതിയുടെ ദൃഷ്ടാന്തങ്ങളാണ്. ഇത്തരം ദൃശ്യങ്ങൾ തീർച്ചയായും നിങ്ങളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കും. ഏത് പ്രവൃത്തിക്കും ഒരു സംതൃപ്തിയുടെ അനുഭവം നൽകാനാകും. ഇത്തരം ദൃശ്യമായ കണക്കുകൾ പലതരത്തിൽ ഉണ്ടാക്കാം. ഫുഡ് ജേർണലുകൾ, വർക്കൗട്ട് ലോഗ്, ലോയൽറ്റി പഞ്ച് കാർഡുകൾ, സോഫ്റ്റ്വെയർ ഡൗൺലോഡിലെ പ്രോഗ്രസ് ബാർ, എന്തിന് ഒരു പുസ്തകത്തിലെ പേജ് നമ്പറുകൾ പോലും ഇതിൽ ഉൾപ്പെടും. നിങ്ങളുടെ പുരോഗതി അളക്കാൻ പറ്റിയ ഏറ്റവും മികച്ച വഴി ഒരു ഹാബിറ്റ് ട്രാക്കർ സൂക്ഷിക്കുന്നതാകാം. നിങ്ങളുടെ ശീലങ്ങളെ എങ്ങനെ ട്രാക്കിലാക്കാം. നിങ്ങൾ ഒരു ശീലം പാലിച്ചോ ഇല്ലയോ എന്ന് അളക്കാനുള്ള ഒരു ലളിതമായ മാർഗമാണ് ഹാബിറ്റ് ട്രാക്കർ. ഏറ്റവും ലളിതമായ വഴി ഒരു കലണ്ടറിൽ നിങ്ങൾ ശീലം പാലിക്കുമ്പോഴെല്ലാം അത് രേഖപ്പെടുത്തുകയാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ധ്യാനിച്ചാൽ അവിടെ നിങ്ങൾക്ക് ഒരു എക്സ് മാർക്ക് ചെയ്യാം. സമയം കടന്നു പോകുമ്പോൾ നിങ്ങളുടെ കലണ്ടർ നിങ്ങളുടെ ശീലത്തിൻ്റെ ഒരു രേഖയായി മാറും. ധാരാളം ആളുകൾ തങ്ങളുടെ ശീലങ്ങൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രശസ്തൻ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. 20-ാം വയസ്സ് മുതൽ ഫ്രാങ്ക്ലിൻ
പോകുന്നിടത്തെല്ലാം ഒരു ചെറിയ ബുക്ക് കൊണ്ടുപോയിരുന്നു. അതിൽ അദ്ദേഹം 13 കാര്യങ്ങളാണ് കണക്ക് വെച്ചത്. ഈ പട്ടികയിൽ സമയം കളയാതെ എപ്പോഴും നല്ല ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുക, അനാവശ്യ സംഭാഷണങ്ങൾ ഒഴിവാക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഓരോ ദിവസവും ഫ്രാങ്ക്ലിൻ തൻ്റെ ബുക്ക് തുറന്ന് പുരോഗതി അതിൽ അടയാളപ്പെടുത്തിയിരുന്നു. തൻ്റെ തമാശ എഴുത്തിൽ ഉപകാരപ്പെടാനായി ജെറി സീൻഫീൽഡ് ഒരു ട്രാക്കർ ഉപയോഗിച്ചിരുന്നു. തൻ്റെ ലക്ഷ്യം എന്നും തമാശകൾ എഴുതുക എന്നതായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസവും താൻ എഴുതുന്ന തമാശ നല്ലതോ ചീത്തയോ എന്നൊന്നും അദ്ദേഹം കാര്യമാക്കിയിരുന്നില്ല. എന്നും എത്തുക, ജോലി ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. കണ്ണിമുറിയാതെ കാക്കുക എന്നത് വളരെ ശക്തമായ ഒരു മന്ത്രമാണ്. സെയിൽസ് കോളുകളുടെ കണ്ണിമുറിയാതെ നോക്കിയാൽ നിങ്ങൾക്ക് സംരംഭത്തിൽ വിജയിക്കാം. വ്യായാമത്തിന് കണ്ണിമുറിയാതെ നോക്കിയാൽ പ്രതീക്ഷിച്ചതിലും വേഗം നിങ്ങൾ ആരോഗ്യവാനായി മാറും. എന്നും ചിത്രങ്ങൾ വരച്ചാൽ അതിവേഗം നിങ്ങൾക്ക് മനോഹരമായ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാകും. സ്വഭാവ പരിണാമത്തിൻ്റെ പല നിയമങ്ങളെ കൂടിക്കെട്ടുന്ന ഒരാശയമാണ് ഹാബിറ്റ് ട്രാക്കിംഗ്. ഇത് വേഗം തന്നെ ഒരു സ്വഭാവത്തെ ദൃശ്യവും ആകർഷകവും സംതൃപ്തി തരുന്നതുമാക്കി മാറ്റുന്നു. ഓരോന്നും നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തെ പ്രയോജനം, ഹാബിറ്റ് ട്രാക്കിംഗ് ദൃശ്യമാണ്. നിങ്ങളുടെ മുൻ പ്രവൃത്തി രേഖപ്പെടുത്തുന്നത് വീണ്ടും അത് ആവർത്തിപ്പിക്കാനുള്ള പ്രചോദനം നൽകും. ഹാബിറ്റ് ട്രാക്കിംഗ് ദൃശ്യമായ ചില സൂചനകളാണ് നിങ്ങൾക്ക് തരുന്നത്. ഏതാണ്ട് കലണ്ടറിലെ എക്സ് മാർക്കുകൾ പോലെ. കലണ്ടറിലെ മാർക്കുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ശീലം തുടരാൻ ഒരു പ്രചോദനം തോന്നും. തൂക്കം കുറയ്ക്കുക, പുകവലി നിർത്തുക, പിരിമുറുക്കം കുറയ്ക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ ട്രാക്ക് ചെയ്യുന്നവർ ലക്ഷ്യത്തിലെത്താനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. 1600 പേരിൽ നടത്തിയ ഒരു പഠനം അനുസരിച്ച് എന്നും ഫുഡ് ലോഗ് സൂക്ഷിച്ച ആളുകൾ അല്ലാത്തവരേക്കാൾ ഇരട്ടി തൂക്കം കുറച്ചു എന്നാണ്. ഒരു സ്വഭാവത്തെപ്പറ്റി കണക്ക് വയ്ക്കുന്നത് തന്നെ നിങ്ങളുടെ ശീലം മാറ്റാനുള്ള ഒരു പ്രചോദനമാണ്. മാത്രമല്ല, ഹാബിറ്റ് ട്രാക്കിംഗ് നിങ്ങളെ സത്യസന്ധരാക്കുകയും ചെയ്യും. നമ്മളിൽ പലർക്കും നമ്മുടെ പെരുമാറ്റത്തെപ്പറ്റി വളരെ വികലമായ ഒരു കാഴ്ചപ്പാടാണുള്ളത്. നാം ശരിക്കും ഉള്ളതിലും മികച്ച രീതിയിലാണ് പെരുമാറുന്നത് എന്നാണ് നാം വിശ്വസിക്കുന്നത്. അളവുകൾ സൂക്ഷിക്കുന്നത് പലപ്പോഴും നമ്മുടെ തന്നെ അന്ധത തിരിച്ചറിയാൻ സഹായിക്കും. ഒരു പാത്രത്തിലുള്ള പേപ്പർ ക്ലിപ്പുകളുടെ എണ്ണം നോക്കിയാൽ നിങ്ങൾ എത്ര ജോലി ചെയ്തുവെന്ന് നിങ്ങൾക്കറിയാം. തെളിവുകൾ നിങ്ങളുടെ മുന്നിൽ തന്നെ ഉള്ളപ്പോൾ നിങ്ങൾ സ്വയം കള്ളം പറയില്ലല്ലോ. രണ്ടാമത്തെ പ്രയോജനം, ഹാബിറ്റ് ട്രാക്കിംഗ് ആകർഷകമാണ്. ഏറ്റവും മികച്ച പ്രചോദനം പുരോഗതിയാണ്. നാം പുരോഗമിക്കുന്നു എന്നൊരു സൂചന കിട്ടിയാൽ ആ പാതയിലൂടെ തുടരാൻ നമുക്ക് പ്രചോദനം ലഭിക്കും. ഇങ്ങനെ നോക്കിയാൽ ഹാബിറ്റ് ട്രാക്കിംഗ് പ്രചോദനത്തിൻ്റെ ഒരു ആസക്തിയാണ്. ഓരോ ചെറിയ വിജയവും നിങ്ങളുടെ ആഗ്രഹത്തെ ദ്യോതിപ്പിക്കും. മോശം ദിവസങ്ങളിൽ ഇത് വളരെ ശക്തമായ ഒരു പ്രചോദനമായി മാറാം. നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ നിങ്ങൾ അതുവരെ നേടിയ പുരോഗതിയെപ്പറ്റി മറന്നു പോകാൻ എളുപ്പമാണ്. ഹാബിറ്റ് ട്രാക്കിംഗ് നിങ്ങളുടെ കഠിന പരിശ്രമത്തിൻ്റെ തെളിവാണ്. എത്ര ദൂരം നിങ്ങൾ മുന്നോട്ട് വന്നുവെന്ന് അത് നിങ്ങളെ കാണിച്ചു തരും. മാത്രമല്ല, എന്നും രാവിലെ കാണുന്ന ശൂന്യമായ ഇടം അത് വേഗം നിറക്കാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും. മൂന്നാമത്തെ പ്രയോജനം, ഹാബിറ്റ് ട്രാക്കിംഗ് സംതൃപ്തി തരുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. ട്രാക്കിംഗ് അതിൻ്റേതായ രീതിയിൽ ഒരു പ്രതിഫലമായി മാറാം. നിങ്ങളുടെ ടു ഡു ലിസ്റ്റിൽ നിന്ന് ഒരു കാര്യം വെട്ടിമാറ്റുന്നത് വളരെ സംതൃപ്തി തരുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ പ്രതിഫലം വളരുന്നത് കാണുക സന്തോഷമാണ്. നിങ്ങളുടെ നിക്ഷേപ പോർട്ട്ഫോളിയോ, നിങ്ങൾ എഴുതുന്ന ബുക്കിൻ്റെ പകർപ്പ്, ഇതൊക്കെ നമുക്ക് ആനന്ദം തരുന്നു. നിങ്ങൾ ഇനിയും പരിശ്രമിക്കാൻ തയ്യാറാകുന്നു. ഹാബിറ്റ് ട്രാക്കിംഗ് നിങ്ങളെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഫലത്തിലല്ല പ്രവൃത്തിയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് സിക്സ് പാക്ക് പ്രധാനമല്ല, മറിച്ച് എന്നും വ്യായാമം ചെയ്യുന്ന ആളായി മാറുന്നതാണ് പ്രധാനം. ചുരുക്കി പറഞ്ഞാൽ, ഹാബിറ്റ് ട്രാക്കിംഗ് ചെയ്യേണ്ട പ്രവൃത്തി ഓർമ്മിപ്പിക്കാൻ നിങ്ങൾക്ക് സൂചന തരുന്നു. നിങ്ങളുടെ പുരോഗതി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രചോദനം നൽകുന്നു.
ഓരോ തവണ ഈ ശീലം രേഖപ്പെടുത്തുമ്പോഴും നിങ്ങൾക്ക് ചെറിയൊരു വിജയം സമ്മാനിക്കുന്നു. മാത്രമല്ല, നിങ്ങളായി തീരാൻ ആഗ്രഹിക്കുന്ന തരം മനുഷ്യനിലേക്ക് ഓരോ തവണയും നിങ്ങൾ സ്വയം വോട്ട് ചെയ്യുകയാണ്. പെട്ടെന്നുള്ള പ്രതിഫലത്തിൻ്റെ മനോഹരമായ ഒരു മാർഗമാണിത്. ഹാബിറ്റ് ട്രാക്കിംഗ് ഇത്ര പ്രയോജനം തരുന്ന ഒന്നാണെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഇതേപ്പറ്റി ആദ്യം പറഞ്ഞില്ല എന്ന് നിങ്ങൾ ആശ്ചര്യപ്പെടുന്നുണ്ടാകും. ഇത്രയധികം ഗുണങ്ങളുണ്ടെങ്കിലും ഞാൻ ഈ ചർച്ച ഇത്രയും വൈകിച്ചതിന് വളരെ ലളിതമായ ഒരു കാരണമാണുള്ളത്. പല ആളുകൾക്കും ട്രാക്ക് ചെയ്യുക, അളവ് സൂക്ഷിക്കുക എന്നിവയൊക്കെ താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് രണ്ടു ശീലങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഒന്നാമത്, നിങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ശീലം. പിന്നെ നിങ്ങൾ ചെയ്യുന്നതിനെ ട്രാക്ക് ചെയ്യുക എന്ന ശീലം. നിങ്ങളൊരു ഭക്ഷണക്രമം പാലിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനിടെ കലോറി എണ്ണി എഴുതി വയ്ക്കാൻ പറയുന്നത് പോലെ മറ്റു ജോലികൾ ചെയ്യാനുള്ളപ്പോൾ ഓരോ സെയിൽസ് കോളുകളും എഴുതി വയ്ക്കുന്നത് പ്രാവർത്തികമല്ല. ഞാൻ കുറച്ചേ കഴിക്കൂ എന്നോ ഞാൻ ഇനിയും ശ്രമിക്കും എന്നോ ഞാൻ അത് ഓർക്കുമെന്നോ ഒക്കെ പറയുന്നതാണ് എളുപ്പം. ആളുകൾ എന്നോട് പലപ്പോഴും പറയാറുണ്ട്, എനിക്കൊരു ഡിസിഷൻ ജേണൽ ഉണ്ട്, ഞാൻ അതൊന്ന് സ്ഥിരമായി ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്ന്. ഞാൻ എൻ്റെ വ്യായാമം ഒരാഴ്ച എഴുതി വെച്ചു, പിന്നെ ഞാനത് ഉപേക്ഷിച്ചു. ഞാനും ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ കലോറി അളക്കുന്ന ഒരു ഫുഡ് ലോഗ് ഉണ്ടാക്കി, ഒരു നേരത്തെ ഭക്ഷണം രേഖപ്പെടുത്തി, പിന്നെ ഞാനത് ഉപേക്ഷിച്ചു. ട്രാക്കിംഗ് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യവും അളക്കേണ്ട കാര്യമില്ല. എന്നാൽ അല്പകാലത്തേക്കെങ്കിലും ഇതിൽ ചിലതൊക്കെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തേക്കാം. ട്രാക്കിംഗ് എളുപ്പമാക്കാൻ എന്തു ചെയ്യാൻ കഴിയും? ആദ്യമേ തന്നെ സാധിക്കുന്ന ഇടത്തെല്ലാം ഈ അളവ് സൂക്ഷിക്കൽ യാന്ത്രികമാക്കുക. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ എന്തൊക്കെ ട്രാക്ക് ചെയ്യുന്നു എന്നത് നിങ്ങളെ അമ്പരപ്പിക്കും. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ എത്രയധികം പുറത്തുനിന്ന് കഴിക്കുന്നു എന്ന് ട്രാക്ക് ചെയ്യുന്നു. നിങ്ങൾ എത്ര നടന്നുവെന്നും എത്ര ഉറങ്ങിയെന്നും നിങ്ങളുടെ ഫിറ്റ്ബിറ്റ് ട്രാക്ക് ചെയ്യുന്നു. ഒരു വർഷം എത്ര ഇടങ്ങളിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നുവെന്ന് നിങ്ങളുടെ കലണ്ടർ ട്രാക്ക് ചെയ്യുന്നു. എവിടെയാണ് നിങ്ങൾക്ക് വിവരങ്ങൾ ലഭിക്കുക എന്ന് തിരിച്ചറിഞ്ഞാൽ മാസത്തിൽ ഒരിക്കലോ മറ്റോ നിങ്ങളത് ഒന്ന് പരിശോധിച്ചാൽ മതി. എന്നും ട്രാക്ക് ചെയ്യണമെന്നില്ല. രണ്ടാമതായി, നിങ്ങളുടെ പ്രധാന ശീലങ്ങൾ മാത്രമാണ് നിങ്ങൾ സ്വയം ട്രാക്ക് ചെയ്യേണ്ടത്. വല്ലപ്പോഴും 10 ശീലങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിലും എളുപ്പം ഒരു ശീലം കൃത്യമായി ട്രാക്ക് ചെയ്യുന്നതാണ്. ഒടുവിൽ ഓരോന്നും രേഖപ്പെടുത്തുക. ഒരു ശീലം തീരുമ്പോൾ അത് എഴുതി സൂക്ഷിക്കുക. ഈ രീതിയിൽ നിങ്ങൾക്ക് 5-ാം അധ്യായത്തിലെ ഹാബിറ്റ് സ്റ്റാക്കിംഗ് ചെയ്യാൻ കഴിയും. ഹാബിറ്റ് സ്റ്റാക്കിംഗ് പ്ലസ് ഹാബിറ്റ് ട്രാക്കിംഗ് സമവാക്യം ഇതാണ്. ഒരു ശീലം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ശീലം ട്രാക്ക് ചെയ്യും. ഞാൻ എൻ്റെ സെയിൽസ് കോൾ നിർത്തിയാലുടൻ ഞാൻ ഒരു പേപ്പർ ക്ലിപ്പ് നീക്കും. ഒരു സെറ്റ് വ്യായാമം ചെയ്താലുടൻ ഞാൻ എൻ്റെ ജേർണലിൽ എഴുതും. പാത്രം ഡിഷ് വാഷറിൽ ഇട്ടാൽ ഉടൻ ഞാൻ എന്താണ് കഴിച്ചതെന്ന് എഴുതി വയ്ക്കും. ഈ രീതിയിൽ നിങ്ങൾക്ക് ശീലങ്ങളെ ട്രാക്ക് ചെയ്യൽ എളുപ്പമായി മാറും. നിങ്ങൾക്ക് നിങ്ങളുടെ ശീലങ്ങൾ എഴുതി വയ്ക്കുന്നത് താല്പര്യമില്ലെങ്കിലും കുറച്ചാഴ്ചകൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പലതും മനസ്സിലാകും. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സമയം ചെലവഴിക്കുന്നത് എന്നറിയുന്നത് രസകരമാണ്. ഇതൊക്കെ പറഞ്ഞാലും ഏതൊരു ശീലവും ഇടയ്ക്ക് അവസാനിക്കും. ഒരു ശീലം ഇല്ലാതാകുമ്പോൾ എന്ത് ചെയ്യണം എന്നതും ഏറെ പ്രധാനമാണ്. നിങ്ങളുടെ ശീലം മറന്നാൽ എങ്ങനെ വേഗം തിരികെ വരാം? നിങ്ങൾ എത്ര ചിട്ടയോടെ പെരുമാറിയാലും ഇടയ്ക്ക് നിങ്ങൾ ഇത് മറന്നു പോകും. കുറ്റമറ്റതാകാൻ ആർക്കും കഴിയില്ല. അധികം വൈകാതെ ഒഴിവാക്കാനാകാത്ത ഒരു സാഹചര്യം ഉണ്ടാകാം. നിങ്ങൾക്ക് അസുഖം വരാം, യാത്ര ചെയ്യേണ്ട അവസ്ഥ വരാം, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ കൂടെ കൂടുതൽ സമയം ചെലവിടേണ്ടി വരാം. ഇത് എപ്പോൾ സംഭവിച്ചാലും ഞാൻ സ്വയം പറയുന്നത് 2 വട്ടം ഇങ്ങനെ സംഭവിക്കരുത് എന്നാണ്. ഒരു ദിവസം ഒരു ശീലം മറന്നാൽ അതിവേഗം അതിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുക. ഒരു തവണ വ്യായാമത്തിന് കഴിയാതെ വരാം, എന്നാൽ 2-ാം തവണ അങ്ങനെ ആകാൻ സമ്മതിക്കരുത്. ഒരു പക്ഷേ ഞാൻ ഒരു മുഴുവൻ പിസ്സ കഴിക്കും, എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാൻ ആരോഗ്യകരമായ ഭക്ഷണമാകും കഴിക്കുക. എനിക്ക് കുറ്റമറ്റതാകാൻ കഴിയില്ല, പക്ഷേ ഒരു തെറ്റ് ആവർത്തിക്കാതെ നോക്കാൻ കഴിയും. ആദ്യത്തെ തെറ്റല്ല നിങ്ങളെ നശിപ്പിക്കുന്നത്, തുടരെ ഉണ്ടാകുന്ന തെറ്റുകളാണ്. ഒരു തെറ്റ് ഒരു അപകടമാണ്. 2 തെറ്റുകൾ ഒരു പുതിയ ശീലമായി മാറും. ഇത് തന്നെയാണ് ജയിക്കുന്നവരും തോൽക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം. ഒരു മോശം പ്രകടനം ആർക്കും സംഭവിക്കും.
എന്നാൽ വിജയികൾ തോൽക്കുമ്പോൾ അവർ അതിവേഗം തിരിച്ചു വരുന്നു. ഈ ആശയം ഏറെ പ്രസക്തമാണ്. ഒരു ശീലം നന്നായി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് സാധിക്കുന്നത് പോലെ മുടക്കം വരുത്താതെ ചെയ്യുക. പലപ്പോഴും നമ്മുടെ ശീലങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഒന്നുകിൽ മുഴുവൻ അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന അവസ്ഥയിലാണ്. ഇടക്ക് മുടങ്ങുന്നതല്ല പ്രശ്നം. ഒരു കാര്യം ഏറ്റവും മികച്ച രീതിയിലല്ലെങ്കിൽ ചെയ്യാൻ തോന്നാത്ത അവസ്ഥയാണ് പ്രശ്നം. നിങ്ങളുടെ മോശം ദിവസങ്ങളിലും തിരക്കേറിയ ദിവസങ്ങളിലും ശീലം ആവർത്തിക്കുന്നതിൻ്റെ പ്രാധാന്യം നിങ്ങൾ തിരിച്ചറിയുന്നില്ല. $100 $50 ലാഭമുണ്ടായാൽ നിങ്ങളുടെ പക്കൽ $150 ഉണ്ടാകും. എന്നാൽ തിരിച്ച് $100 തിരികെ പോകാൻ 33% നഷ്ടം മതി. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ 50% ലാഭം നേടുന്നത് പോലെ തന്നെ പ്രധാനമാണ് 33% നഷ്ടം ഉണ്ടാകാതെ നോക്കുന്നതും. ഇതുകൊണ്ടാണ് മോശം വ്യായാമങ്ങൾ പലപ്പോഴും പ്രധാനപ്പെട്ട വ്യായാമമായി മാറുന്നത്. മടിയുള്ള ദിവസങ്ങളിലെ മോശം വ്യായാമ മുറകളാണ് നിങ്ങളുടെ നല്ല ദിവസങ്ങളെ താങ്ങി നിർത്തുന്നത്. എന്തെങ്കിലും ചെയ്യൽ വളരെ പ്രധാനമാണ്. 10 സ്ക്വാട്ട്, 1 പുഷപ്പ്, അത് എത്ര കുറച്ചായാലും 0-ത്തേക്കാൾ നല്ലതാണ്. നിങ്ങളുടെ നഷ്ടങ്ങൾ നിങ്ങളുടെ കൂട്ടുപലിശയെ ബാധിക്കാതെ ഇരിക്കട്ടെ. മാത്രമല്ല, വ്യായാമത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്നതിലും പ്രധാനം നിങ്ങൾ വ്യായാമശീലം വിട്ടുകളയാത്ത വ്യക്തിയായി മാറി എന്നതാണ്. നിങ്ങൾക്ക് നന്നായി തോന്നുമ്പോൾ വ്യായാമം ചെയ്യാൻ എളുപ്പമാണ്. എന്നാൽ മോശം ദിവസങ്ങളിലും അതിനായി തയ്യാറാവുക നിർണായകമാണ്. നിങ്ങളുടെ പ്രതീക്ഷയേക്കാൾ കുറവാകും നിങ്ങൾ ചെയ്യുന്നത്. 5 മിനിറ്റ് ജിമ്മിൽ പോകുന്നത് നിങ്ങളുടെ പ്രകടനം മെച്ചപ്പെടുത്തില്ല, പക്ഷേ അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ ഊട്ടിയുറപ്പിക്കും. ഒന്നുകിൽ നന്നായി ചെയ്യുക അല്ലെങ്കിൽ പൂർണ്ണമായി ഒഴിവാക്കുക എന്നത് നിങ്ങളുടെ ശീലങ്ങളെ മോശമായി ബാധിക്കുന്ന ഒരു രീതിയാണെന്ന് പറഞ്ഞല്ലോ. മറ്റൊരു അപകടം നിങ്ങൾ ചെയ്യുന്ന ചില തെറ്റായ കാര്യങ്ങൾ അളക്കലാണ്. ഒരു ശീലം എപ്പോൾ ട്രാക്ക് ചെയ്യണമെന്ന് അറിയുക. നിങ്ങൾ ഒരു ഹോട്ടൽ നടത്തുകയാണെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ പാചകക്കാരൻ നല്ല ജോലിയാണോ ചെയ്യുന്നതെന്ന് അറിയണം. ഓരോ ദിവസവും എത്ര പേർ അവിടെ ഭക്ഷണം കഴിക്കുന്നു എന്ന് നോക്കുന്നതാണ് ഒരു രീതി. കൂടുതൽ ആളുകൾ വന്നാൽ ഭക്ഷണം നല്ലതും കുറവ് ആളുകൾ വന്നാൽ മോശവും ആണെന്ന് അനുമാനിക്കാമല്ലോ. എന്നാൽ ഈ ദിവസേനയുള്ള ചെലവ് കണക്ക് കൃത്യമായ ഒരു ചിത്രം തരണമെന്നില്ല. ഒരാൾ ഭക്ഷണത്തിൻ്റെ പണം തന്നതുകൊണ്ട് അയാൾ അത് ആസ്വദിച്ചു എന്നർത്ഥമില്ല. ഭക്ഷണം ഇഷ്ടപ്പെടാത്തവർ പണം കൊടുക്കാതെ പോകില്ലല്ലോ. നിങ്ങളുടെ ഭക്ഷണം മോശമായാലും പരസ്യവും കിഴിവുകളും ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് ആളുകളെ ആകർഷിക്കാൻ കഴിയും. എത്ര ആളുകൾ ഭക്ഷണം മുഴുവൻ കഴിക്കുന്നു എന്ന് നോക്കുന്നതോ നല്ല ടിപ്പ് എത്ര പേർ നൽകുന്നു എന്ന് ശ്രദ്ധിക്കുന്നതോ ഒക്കെയാകും ഗുണകരം. ഒരു സ്വഭാവം ട്രാക്ക് ചെയ്യുന്നതിലെ ഒരു പ്രശ്നം, നാം ആ സ്വഭാവത്തിൻ്റെ ലക്ഷ്യത്തിനു പകരം ട്രാക്കിങ്ങിൻ്റെ പിറകെ പോകും. നിങ്ങളുടെ വിജയം കൂടുതൽ ലാഭമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കണക്കുകളും വിൽപ്പനയും ഒക്കെ ആ കൂടുതൽ സംഖ്യയിൽ എത്തിക്കാനായി പരിശ്രമിക്കും. തൂക്കം കുറക്കലാണ് ലക്ഷ്യമെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ക്രാഷ് ഡയറ്റ് ചെയ്യുകയോ ജ്യൂസ് മാത്രം കുടിക്കുകയോ പ്രത്യേക മരുന്നുകൾ കഴിക്കുകയോ ഒക്കെ ചെയ്യും. ഏത് ഗെയിം കളിച്ചാലും അതിൽ ജയിക്കുക എന്നതാണ് മനുഷ്യ മനസ്സിൻ്റെ ലക്ഷ്യം. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഇതിൻ്റെ പ്രശ്നങ്ങൾ ദൃശ്യമാകും. അർത്ഥവത്തായ ജോലി ചെയ്യുന്നതിനേക്കാൾ നാം കൂടുതൽ സമയം ജോലി ചെയ്യാൻ ചെലവിടും. ആരോഗ്യം നിലനിർത്തുന്നതിലും പ്രധാനം 10,000 കാലടികൾ നടക്കുന്നതായി മാറും. പഠനത്തിലും കൗതുകത്തിലും ഒക്കെ ശ്രദ്ധ കൊടുക്കാതെ നാം പരീക്ഷകൾ പാസ്സാകാൻ വേണ്ടി പഠിക്കും. ചുരുക്കി പറഞ്ഞാൽ നാം അളക്കുന്ന കാര്യത്തിന് വേണ്ടിയാണ് നാം ഒരുങ്ങുക. തെറ്റായ കാര്യം അളന്നാൽ തെറ്റായ ശീലമാകും ഉണ്ടാവുക. ഇതാണ് ഗുഡ് ഹാർട്ട്സ് നിയമം പറയുന്നത്. സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ചാൾസ് ഗുഡ്ഹാർട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങളുടെ അളവ് ലക്ഷ്യമായി മാറുമ്പോൾ അതൊരു നല്ല അളവ് അല്ലാതെയാകുന്നു. നിങ്ങൾക്ക് ലക്ഷ്യബോധം തരുമ്പോഴാണ് ഒരു അളവ് നല്ല അളവായി മാറുന്നത്. അത് നിങ്ങളെ നിയന്ത്രിക്കാൻ പാടില്ല. ഓരോ നമ്പറും ഒരു വലിയ സമ്പ്രദായത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. വിവരങ്ങൾ കൊണ്ട് ചലിക്കുന്ന നമ്മുടെ ഈ ലോകത്തിൽ നാം നമ്പറുകൾക്ക് കൂടുതൽ മൂല്യം കൊടുക്കുന്നു. അളക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾക്ക് വില കൊടുക്കുന്നില്ല. നമുക്ക് അളക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഉള്ളതെന്ന് നാം തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ അളക്കാൻ കഴിയുന്നത് കൊണ്ട് മാത്രം ഒരു കാര്യം ഏറ്റവും പ്രധാനമാകുന്നില്ല.
നിങ്ങൾക്ക് അളക്കാൻ കഴിയാത്തതുകൊണ്ട് ഒന്നും അപ്രധാനമാകുകയുമില്ല. ഹാബിറ്റ് ട്രാക്കിങ്ങിൻ്റെ കൃത്യമായ ഉപയോഗം പ്രധാനമാണ്. ഒരു ശീലം അളക്കുന്നത് തൃപ്തികരമാണ്, എന്നാൽ അളക്കൽ മാത്രമല്ല പുരോഗതി അളക്കാൻ പല മാർഗങ്ങളുണ്ട്. ഭാരം കുറക്കുന്ന കാര്യമെടുത്താൽ തൂക്കം എന്ന കണക്കിന് വെളിയിലും വിജയങ്ങളുണ്ട് എന്നോർക്കുക. തൂക്കം നോക്കുന്ന യന്ത്രത്തിൻ്റെ അക്കത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ പ്രചോദനം ചോർന്നു പോകും. നിങ്ങളുടെ ചർമ്മം നന്നാകുന്നതും കൂടുതൽ ഊർജ്ജസ്വലത ഉണ്ടാകുന്നതും ലൈംഗിക താല്പര്യം ഉണ്ടാകുന്നതും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവയെല്ലാം നിങ്ങളുടെ പുരോഗതിയുടെ സൂചനകളാണ്. നിങ്ങൾക്ക് നമ്പറുകൾ പ്രചോദനം തരുന്നില്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങളുടെ പുരോഗതിയെ അളക്കാൻ നിങ്ങൾ തയ്യാറാവുക. നിങ്ങളുടെ പുരോഗതിയെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും അളക്കുക. ഹാബിറ്റ് ട്രാക്കിംഗ് അതിനെ അല്പം കൂടി ആസ്വാദ്യമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ശരിയായ ദിശയിലാണ് നീങ്ങുന്നത് എന്ന ഓർമ്മപ്പെടുത്തലാണ് പലപ്പോഴും ഓരോ കണക്കും സൂചിപ്പിക്കുന്നത്. നന്നായി ചെയ്ത ഒരു ജോലിയുടെ ആനന്ദവും നിങ്ങൾക്ക് അനുഭവിക്കാം. അധ്യായ സംഗ്രഹം. പുരോഗതി ഉണ്ടാകുന്നതാണ് ഒരു ജോലിയിലെ ഏറ്റവും സംതൃപ്തി തരുന്ന അവസ്ഥ. നിങ്ങളൊരു ശീലം പാലിച്ചോ എന്ന് പരിശോധിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഹാബിറ്റ് ട്രാക്കർ, ഒരു കലണ്ടറിൽ എക്സ് മാർക്ക് ചെയ്യുന്നത് പോലെ. ഹാബിറ്റ് ട്രാക്കുകളും ഇത്തരം ദൃശ്യമായ മറ്റു കണക്കുകളും നിങ്ങളുടെ പുരോഗതിയുടെ തെളിവുകളായി കാണാം. പുരോഗതിയുടെ ചങ്ങല പൊട്ടാതെ നോക്കാൻ ഇത് നമ്മെ സഹായിക്കും. നിങ്ങളുടെ ശീലങ്ങൾ മുറിയാതെ തുടരുക. ഒന്നിലേറെ തവണ ഒരു ശീലം മുടക്കാതെ ഇരിക്കുക. ഒരു ദിവസം മുടങ്ങിയാൽ തിരിച്ചു വരാൻ എളുപ്പമാണ്. നിങ്ങൾക്കൊരു കാര്യം അളക്കാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് അത് പ്രധാനമല്ലാതെ ആകുന്നില്ല. താങ്ക് യു.